ഹിമചരിതമെഴുതി ഹിമാദാസ്. ഇത് 20-ാം നൂറ്റാണ്ടിൽ ആസാമിലെ നഗാവോനിൽ പിറന്ന ഹിമാദാസിന്റെ ചരിത്രം. 2000 ജനുവരി 9 ജമാലി റോൺജിത് ദാസ് ദമ്പതികളുടെ 6 മക്കളിൽ ഏറ്റവും ഇളയവളായി ജനിച്ചുകൊണ്ടാണ് ഹിമാദാസ് എന്ന പെൺകടുവ തന്റെ ചൈത്രയാത്ര തുടങ്ങുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരിയായി വളർന്നുവന്ന് ട്രാക്കിനെ സ്വന്തമാക്കിയ ഹിമചരിതം പുതുതലമുറയ്ക്ക് പ്രചോദനമേകുന്നു. ദുരിത ദൂരങ്ങൾ ഓടിക്കടന്ന് അത്ലറ്റിക്സിൽ ഭാരതത്തിന്റെ ലോക ചാമ്പ്യനായ ഹിമാദാസിന് പറയാനുള്ളത് ദാരിദ്ര്യം ചൂഴ്ന്നു നിന്ന ഒരു ചെറുപ്പകാല കഥയാണ്. കൃഷിപ്പണിക്ക് അച്ഛനെ സഹായിക്കാൻ പാടത്തേക്ക് പോയ പെൺകുട്ടി കൂടെ കളിക്കുന്ന ആൺകുട്ടികൾക്കൊപ്പം ഫുട്ബോൾ കളിച്ചാണ് തുടങ്ങിയത്. ചീറ്റപ്പുലി പോലെ ചീറിപ്പായുന്ന ഈ കായിക താരത്തെ അത്ലറ്റിക്സിലേക്ക് തിരിച്ചുവിട്ടത് പ്രാദേശിക പരിശീലകനായ നിപ്പോൺ ദാസാണ്. തന്റെ വീട്ടിൽ നിന്നും 150 കിലോമീറ്റർ അകലെ ഗുവാഹത്തിയിൽ പരിശീലനം ആരംഭിച്ചതോടെ ഹിമയുടെ ജീവിതം തന്നെ വഴിമാറി. അവൾ ഒരു ചീറ്റപ്പുലി പോലെ കുതിച്ചു തുടങ്ങി. നഗ്നപാതയായി ട്രാക്കിനെ സ്വന്തമാക്കിയ ഈ കരുത്ത് ഇന്ന് ലോക ജനശ്രദ്ധ പിടിച്ചുവാങ്ങിയ ഒരു താരമായി മാറി. വില കൂടിയ ഷൂവൊന്നും ധരിക്കാൻ പണമില്ലാതിരുന്നതിനാൽ വില കുറഞ്ഞ ഷൂകൾ വാങ്ങി അതിൽ പ്രശസ്ത ബ്രാൻഡായ അഡിഡാസ് എന്നെഴുതി സ്വയം സംതൃപ്തി അണഞ്ഞിരുന്ന ഒരു 20 വയസ്സുകാരി പെൺകുട്ടി ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ ഭാരതത്തിനായി ഒരുപാട് പൊന്തുകോലുകൾ പാലിച്ചുകൊണ്ടിരിക്കുന്നു. കൊടിയ കഷ്ടപ്പാടിലും കഠിന പരിശീലനങ്ങളുമായി മുന്നേറി ട്രാക്കിനെ സ്വന്തമാക്കിയ ഹിമയുടെ പേരിൽ പ്രശസ്ത ബ്രാൻഡായ അഡിഡാസ് ഷൂ നിർമ്മിക്കുന്നു. ഹീറോയിസം എന്ന് പറയാതെ നിവർത്തിയില്ല. ഒരു പ്രചോദനമാണ് ഹിമ എന്ന പെൺകുട്ടി. ജൂലൈ 2 പോളണ്ടിൽ വെച്ച് ജൈത്രയാത്ര തുടങ്ങിയ ഹിമ താൻ മത്സരിക്കുന്ന മീറ്റുകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ഉറച്ച മനക്കരുത്തിന്റെ ഉടമയായി ഈ 20കാരി ഈ തലമുറയ്ക്കൊരു ഊർജമാണ്. സ്വപ്നങ്ങളെ സ്വന്തമാക്കാമെന്ന ഊട്ടി ഉറപ്പിക്കലാണ് ഹിമചരിതം.